സൈബർ ബുള്ളി വന്നത് ആറാട്ടനോട് വന്നപ്പോൾ എങ്ങനെ വന്നിട്ടാണേലും ഇപ്പൊ ഈ സൈബർ ബുള്ളി താങ്ങാൻ പറ്റുന്നില്ലെന്ന് അവർ പറയുമെന്ന് വിചാരിച്ചോ? അപ്പോഴാണ് അവർക്ക് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് സൈബർ ബുള്ളി താങ്ങാൻ പറ്റത്തില്ല, ഫേമസ് ആകുന്നതേ പറ്റത്തുള്ളൂ. അത് പിന്നെ അവർ മാനേജ് ചെയ്തോണം വേണമെങ്കിൽ. പക്ഷെ ചില ആൾക്കാര് അങ്ങനെ എനിക്ക് അങ്ങനെ ഫേമസ് ആവാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫേമസ് ആവാൻ ഫേമസ് ആയാൽ ഇതിപ്പോ ഇങ്ങനെ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ആലോചിച്ചോണം, മീഡിയയിലോ എവിടെ ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അത് വലിയ പ്രശ്നമാവും. നമ്മളെ നേരിട്ട് ഇടപെടുന്ന പല കാര്യങ്ങളും വരും. എന്തെങ്കിലും ചെറിയ കേസ് കേട്ട് വളച്ചൊടിച്ചുകൊണ്ട് വേണേലും വരാം, എന്ത് വേണേൽ സംഭവിക്കാം. കുറച്ച് കരുതി കൂട്ടിയൊക്കെ നിൽക്കേണ്ട ഏരിയ ഇത്. പിന്നെ അങ്ങ് ഈസി ആയിട്ട് ഫേമസ് ആവുകയും വേണം, എനിക്കൊരു ചീത്തപ്പേരും വരാനും പാടില്ല, അങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെയും നടക്കത്തില്ല. ഫേമസ് ആയില്ലെങ്കിലും നടക്കത്തില്ല. നീ സാധാരണക്കാരനാണെങ്കിൽ പോലും ഇവിടെ ആർക്കും അറിയാത്ത ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഡെയിലി. അത് ഈ രീതിയിലായിരിക്കത്തില്ലെന്നേ ഉള്ളൂ. അപ്പം നിനക്കുണ്ടാകുന്ന ദുഃഖമൊക്കെ ഉണ്ട്, അവിടെയും ദുഃഖമുണ്ട്, ഇവിടെയും ദുഃഖമുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതിപ്പോൾ ഫേമസ് ആയ ആൾ മാനേജ് ചെയ്താലും അല്ലാത്തവർ മാനേജ് ചെയ്താലും എല്ലാം ഒരുപോലെ ഉള്ളൂ. അയാൾക്കുള്ള പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം എങ്കിൽ പോലും അയാളുടെ പ്രശ്നം അയാൾക്ക് വലിയ പ്രശ്നമാണ്. ഈ പറയുന്ന ഇയാൾക്ക് ഇതും ഒരു പ്രശ്നമാണ്.